മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനൊപ്പം മണി ചെയിൻ ഒഴുകിയപ്പോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും മണി ചെയിൻ തമ്മിലുള്ള വ്യത്യാസം കേരളം ഭരിക്കുന്ന സർക്കാരിന് IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്ത് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിരോധിച്ചു. 2011 വരെ ജിയോ വായു പോലെ ഇത് ഏറ്റെടുത്ത് രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിച്ച് വരുമാനമുണ്ടാക്കി ജീവിക്കുമ്പോ ഒരു ദിവസം രാത്രി ഇരുട്ടി നേരം വെളുത്തപ്പോ ഞങ്ങൾ കള്ളന്മാരായി. സർക്കാർ പറയാണ് ഈ മേഖല നിരോധിച്ചു. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ചെയ്യുന്നത് സത്യസന്ധമാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് സത്യം പുറത്തു വരിക്കില്ല. സൂര്യനെ എത്ര തന്നെ കാർമേഘം മറച്ചു വെച്ചാലും ആ മറ നീക്കി സൂര്യൻ പുറത്തു വരുന്ന പോലെ സത്യം പുറത്തു വരും. മരിക്കുന്നതിന് ഒരു ദിവസമെങ്കിലും ഈ മേഖല ശരിയാണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടേ മരിക്കാവൂന്ന് എനിക്ക് ആഗ്രഹം. ഒരു ദിവസം ഈ സ്റ്റേജിൽ കയറി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ശരിയാണ് സത്യസന്ധമാണെന്ന് പറഞ്ഞതിന് ശേഷം മരിക്കാവൂന്ന് ആഗ്രഹം. CIT-യും AITC-യും INTC-യും BMS-ഉം HMS-ഉം STU 6 തൊഴിലാളി സംഘടനകൾ ഒറ്റയ്ക്കും കൂട്ടായി നടത്തിയ സമരങ്ങൾ, ഒറ്റയ്ക്ക് നടത്തിയ സമരങ്ങൾ വേറെ, കൂട്ടമായി നടത്തിയ സമരങ്ങൾ വേറെ. തിരുവനന്തപുരത്ത് സെക്രട്ടറിയിലേക്ക് മാർച്ച്, അവിടെ ഗവർണർ ഓഫീസിനകത്തേക്ക് അവിടത്തേക്ക് മാർച്ച്, പാർലമെന്റിലേക്ക് മാർച്ച്, പാർലമെന്റിന് മുമ്പിൽ നിരാഹാര സമരം, നിയമസഭയ്ക്ക് മുമ്പിൽ നിരാഹാര സമരം. അങ്ങനെ 2011 തുടങ്ങി വെച്ച സമരങ്ങൾ 2015 വരെ നീണ്ടു നിന്നപ്പോ ഈ മേഖലയെ കുറിച്ച് പഠിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിനാവില്ലെന്ന അവസ്ഥ വന്നപ്പോ നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷ MLA-മാർ ഈ വിഷയം ഉന്നയിക്കുമ്പോ പുറത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കൊടിപിടിച്ച് നിയമസഭയ്ക്കകത്തേക്ക് മാർച്ച് നടത്തുമ്പോ ഈ മേഖലയെ കുറിച്ച് സർക്കാർ എന്താണ് പറയാനെന്ന് ചോദിച്ചപ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സർക്കാർ ഈ മേഖലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 6 ഡിപ്പാർട്ട്മെന്റ് ചുമതലപ്പെടുത്തി. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ്, സിവിൽ സപ്ലൈസ്, അങ്ങനെ 6 വിഭാഗത്തിൽ നിന്ന് ഓരോ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ഈ മേഖലയെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചു, നിയമസഭയ്ക്കകത്ത് അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ഈ ഗവൺമെന്റ് ശക്തമായി പഠിച്ചതിന്റെ ഭാഗമായി 2015 ജൂലൈ മാസം 29-ാം തീയതി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കരുത്തു കൊടുത്തുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നവൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അവൻ കുടുങ്ങുന്നില്ല, അവൻ നഷ്ടം വരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാർ വീണ്ടും തുറന്നു കൊടുത്തു. അങ്ങനെ 2019 കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമവും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തൊഴിലാളികൾ സംരക്ഷിക്കുന്നില്ല. ആ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമരങ്ങൾ നടന്നു. അങ്ങനെ ഞാൻ നിങ്ങളൊക്കെ സ്വപ്നം കണ്ട ഒരു ദിവസം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തൊഴിലാളികൾ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിച്ചു. അവര് വിചാരിച്ചത് ഇതൊരു ചെറിയ ആൾക്കൂട്ടാണ്. ആ പ്രോഗ്രാമിന് 5000 കസാര കൊണ്ടുവച്ച് എന്നിട്ട് ഉദ്യോഗസ്ഥൻ പറയാണ്, IAS ഉദ്യോഗസ്ഥൻ പറയാണ് 3000 ഇട്ടാ മതി, ബാക്കി 2 ബാക്കിൽ വെച്ചാൽ മതി. കാരണം മുഖ്യമന്ത്രി വന്നിട്ട് കാലി കസേര കാണുന്നത് അത്ര സുഖം ഉണ്ടാവില്ല, അത് സംഘടിപ്പിക്കുന്ന നമ്മളെയും ബാധിക്കും. അങ്ങനെയാണ് 5000 കസാര കൊണ്ടുവച്ചത്. പ്രോഗ്രാം വെച്ച് 5:30 മണിക്ക് 3 മണിയായപ്പോഴേക്കും കസാരകൾ കാണാനില്ല. കുരങ്ങനെ എഴുന്നേറ്റ് കൊണ്ടുവരവിടെ എടുത്ത് പോകണം ഒരു ദൂരം വൈകി. പ്ലാൻ ചെയ്തതിന്റെ 5 ഇരട്ടിലധികം ആളുകൾ വന്നു. പ്രോഗ്രാമിൽ കയറി വന്ന മുഖ്യമന്ത്രി താഴേക്കാണ് നോക്കുന്നതെങ്കിൽ കാണുന്നൊക്കെ ചുറ്റും തന്നെയാണ്. സംഭവം മൂപ്പർക്ക് പിടികിട്ടി, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല. അത് അടുത്തിരുന്ന വട്ടിയൂർക്കാവ് MLA-യോട് രഹസ്യമായി പറഞ്ഞു, നമ്മൾ വിചാരിച്ച മാത്രമല്ല ഇത്. മൂപ്പര് മൈക്കിലും പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ച 10,000-2000 ആളുകളാണ്, 10,000-20,000 ആളുകൾ വന്നപ്പോ നിങ്ങളെ കരുത്ത് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ട്രേഡ് യൂണിയനിലേക്ക് ഒരു ശ്രദ്ധ നിങ്ങളെ മേലിൽ ഉണ്ടാവും. രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് ആളെയാണല്ലോ. ഇത്രയും നല്ല ഡ്രസ് കോഡുള്ള, കണ്ട തെറി വിളിക്കാത്ത, ചേർത്ത് പിടിക്കുന്ന ട്രേഡ് യൂണിയൻ സംസ്കാരം ഇതിന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അയ്യൂബ് വേറെ പാർട്ടിയാ, ഞാൻ വേറെ പാർട്ടിയാ. ഹലോ, പക്ഷെ പരസ്പരം വിളിക്കുന്ന സാറേന്നാണ്. അങ്ങനെയാണോ CIT-യും BMS-ഉം വിളിക്കുന്നത്? ആ പ്രകടനം ഒന്ന് കേട്ടാൽ മനസ്സിലാവും എന്താ വിളിക്കുന്നത്. അതുകൂടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്.
ഒരു ചേർത്ത് പിടിക്കലിന്റെ തൊഴിൽ സംസ്കാരം അതും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോ ഈ കഴിഞ്ഞ 19 കൂടി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ സംരക്ഷണം ഉറപ്പ് വന്നു. ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ഞാൻ വിദഗ്ധനാണ്. ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയാം. അതെല്ലാവർക്കും ഇഷ്ടാവുന്നില്ല. ഇതിനു മുമ്പ് ദിവസം കോഴിക്കോട് ഒരു മെഗാ ട്രെയിൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ കമ്പനികളായ ഹൈറിച്ചിനെയും ഗിവാൻടേക്കിനെ അടച്ചു പൂട്ടിക്കുന്നു. പൂട്ടിച്ചോ? പറഞ്ഞ 6 മാസം കഴിഞ്ഞോ? ഹലോ, ചില കണിയാന്മാര് പറഞ്ഞ മതിയാണ്, ഒരു ഇഞ്ച് അങ്ങോട്ടില്ല ഇങ്ങോട്ടുള്ളൂ. പിന്നെ എന്നെ കൊല്ലം നടക്കുന്ന ഒരു പണി. അത് പോട്ടെ, അത് നമ്മൾ കുറെ കണ്ടതാണല്ലോ. പൂട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നിയമനിർമ്മാണം നടക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞ നാട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിലും ഒരു ദിവസം ഈ കേരളത്തിലെ ജനങ്ങൾ രാവിലെ പത്രം നോക്കുമ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിയമപരമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. കേട്ടിരുന്നു? നമ്മള് വന്നോ? റെഡി വന്നില്ലേ? 6 പത്രങ്ങൾ വന്നില്ലേ? ഹിന്ദു പത്രത്തിനകത്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതുക, അതിനകത്തിന്റെ വലിയ മലയാളം പരസ്യം സർക്കാർ കൊടുത്തതാ. അപ്പൊ ചില ആൾക്കൊരു, സാറേ നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞു, ഒരു ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ, ആ ലിസ്റ്റ് വന്നില്ലല്ലോ, അങ്ങനെ പരാതിപ്പെടുന്നുണ്ട്. ഹലോ, ഒരു 2 മാസം കൊണ്ട് ലിസ്റ്റ് തന്നേക്കാം. ഉറപ്പിച്ചോ? ലിസ്റ്റ് വരും. ഇപ്പൊ രജിസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞു. 1 or 2 മാസം കൊണ്ട് ലിസ്റ്റ് കൊടുത്തോളൂ. എനിക്ക് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവും അത് നിങ്ങളോട് ചോദിക്കുന്നത്. അതെന്റെ പണിപ്പെട്ടതല്ല. അതിപ്പോ 40 കമ്പനി രജിസ്റ്റർ ചെയ്യുക, 20 ചെയ്യുക, 10 ചെയ്യുക, 5 ചെയ്യുക, 4 ചെയ്യുക, 3 ആവാം, 2 ആവാം. അഥവാ ലിസ്റ്റിന്റെ അകത്ത് ഒറ്റ പേരോടെങ്കിൽ അത് MI ഇങ്ങനെ വിളിച്ചാൽ പണി തുടങ്ങി കൊല്ലം കുറയായി. പറഞ്ഞ അച്ചട്ട എന്താ നിങ്ങൾക്ക് അറിയില്ല, എന്റെ നാക്ക് അങ്ങനെ നടത്താം. ഈ കാലിലും നാവിനൊരു കുഴപ്പമുള്ളൂ. കാല് വെച്ച് ഏടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് അക്കടം കൂട്ടും. എന്തെങ്കിലും പറഞ്ഞാൽ അത് ഫലിക്കും. അറിയുന്ന എല്ലാവർക്കും അറിയാം. എത്ര കട ഞാൻ കുടിച്ചിട്ടുണ്ട്. എന്റെ ബഷീറിന്റെ കടന്ന് കൂട്ടിക്കാനുണ്ട്. ഓന്റെ അൽഫാം എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കാൻ. ഇന്ന് വന്നില്ലല്ലേ? ഞാൻ കൂട്ടാൻ പോയതായിരിക്കും. ഞാൻ പറയുന്നതിന് മുതൽ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടാവും. നോമ്പലെ ക്ലോസ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാവില്ല. പുറത്ത് പറയണ്ട, മുമ്പോട്ട് പറയണ്ട. എന്റെ ഒരു ഊഹാണ്. ഞാൻ പറയുന്നത് റെഡിയാ. അനുഭവങ്ങൾ വെച്ചാ പറയണത് കൊണ്ടാ. അപ്പോ ലിസ്റ്റ് വന്നു. എന്തുകൊണ്ട് ലിസ്റ്റിന് സമ്മർദ്ദം ചെലുത്തിയില്ല അത് നിങ്ങൾ അറിയണം. ആ കഴിഞ്ഞ ദിവസം ജയിക്കായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ. അനുഭവങ്ങൾ ഇപ്പോൾ പഠിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കമ്പനിയോട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാജസ്ഥാനിൽ ലിസ്റ്റ് വന്നു. കേരളത്തിൽ എന്ത് സർക്കാർ തീരുമാനിക്കുന്ന സമയത്തും സർക്കാരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ഒരുമിച്ചിട്ടുണ്ടാവും, ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനാവും. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നോക്കുന്ന പരിപാടിയിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. CIT സംസാരിച്ചിട്ടുണ്ട്, INT സംസാരിച്ചിട്ടുണ്ട്, BMS ഉണ്ട്, STU ഉണ്ട്, AITC ഉണ്ട്. ഇവരൊക്കെ ആളുകളോട് സംസാരിച്ചു കേട്ടിട്ടുണ്ടോ? വന്നാളുകൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ അഭിപ്രായം എടുക്കും. എന്നാൽ രാജസ്ഥാൻ അങ്ങനത്തെ സംവിധാനം ഇല്ല. സർക്കാർ IAS IPS ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അതിനകത്തുള്ളൂ. ഏതോ ചില കമ്പനികൾ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ട് മണി ചെയിൻ കമ്പനികൾ സർക്കാരിന്റെ ലിസ്റ്റ് കൂടി. അങ്ങനെ കേരളത്തിലെ ലിസ്റ്റിനകത്ത് ഹൈറിച്ചെണ്ണ എങ്ങനെ ഉണ്ടാവുന്നു? എന്നാ പിന്നെ ഓരല്ല തീരുമാനം, നമ്മളെ തീരുമാനമാകുക. അപ്പോ മണി ചെയിൻ കമ്പനി ഒരു കാരണവശാലും വന്നുകൂടാ. അതുകൊണ്ടാണ് ലിസ്റ്റ് നമ്മൾ പെട്ടെന്ന് വേണ്ട. ഓരോ കമ്പനികളും എങ്ങനെ പ്രവർത്തിക്കുന്നു സർക്കാർ അവരെ എഴുതി കൊടുക്കട്ടെ. എന്നൊരു കമ്പനി ഗവൺമെന്റ് ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റ് പെടാത്ത ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിന്റെ. ആ കമ്പനി ഗവൺമെന്റ് ലിസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ സ്പോട്ടിൽ അറസ്റ്റാ. അപ്പൊ പിന്നെ ഈ മണി ചെയിൻ കൊണ്ട് ഉപദ്രവവും അധികാലം ഉണ്ടാവില്ല, കേരളത്തിൽ ഉണ്ടാവില്ല. ഇനി എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞിറങ്ങുന്നേ ഒരുത്തരെങ്കിലും പേടിക്കണ്ട. MI ലൈസൻസ് മാർക്കറ്റിനകത്ത് 5 or 6 വർഷക്കാലം പണിയെടുത്തുണ്ടാക്കിയ നേട്ടങ്ങൾ നോക്കുമ്പോൾ അതിന്റെ 7 അയലത്ത് നേട്ടം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല, ഒരു കമ്പനി കഴിയില്ല.
അത് പ്രൊഡക്റ്റ് ഗുണമുണ്ടാകും. ആ മാതിരി പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത്, ആ മാതിരി റിസൾട്ട് അപ്പോഴുള്ളത്. അതുകൊണ്ട് നമ്മളെ മാനേജ്മെന്റിന്റെ അടുത്ത് മത്സരിച്ച് ജയിക്കാൻ ഒരുത്തരെങ്കിലും നോക്കണ്ട. പിന്നെ ചില ആളുടെ ഒരു പരാതി, സാർ ആട്ടയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. മറ്റേ കമ്പനിക്ക് ആട്ടുണ്ട്, ഒരു തവിടുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, ഈ 95 ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആട്ടുണ്ടാക്കാൻ അറിയില്ല. ആട്ടുണ്ടാക്കുന്നോട് 95 ഉണ്ടാക്കാൻ പറഞ്ഞ ജന്മത്തോടാവൂല. നമ്മളെ കമ്പനി ഇന്ന് രാത്രി തീരുമാനിച്ചാൽ നാളെ നേരം വെളുക്കുമ്പോൾ ആട്ട ഇറങ്ങും. പക്ഷെ ഇപ്പൊ ഇറങ്ങൂല. ഇപ്പൊ ഇറങ്ങിയാൽ ഇപ്പൊ ഇറക്കുന്ന കംപ്ലീറ്റ് ചമ്പിത്താലും മുമ്പ് നയിക്കാനേ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞാൽ നിങ്ങളിപ്പോ വീടിനടുത്ത് 10 വീട്ടിൽ കയറി ഒരു 10 ആട്ടയ്ക്ക് ഓർഡർ എടുക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമില്ല. പക്ഷെ കൗണ്ടർ ചെന്ന് 10 എടുത്തിട്ട് 100 കിലോ ഉണ്ടാവും. കുറുക്കൻ ആമേനെ കിട്ടിയ മാതിരി 100 കിലോ ആട്ടയെ കൊണ്ട് കഷ്ടപ്പെടും. അത് കൊണ്ടുപോകും, അതങ്ങനെ എടുത്ത് പുറത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്പിത്തൽ ഇങ്ങനെ തന്നെ വെച്ച് ബുദ്ധിമുട്ടാണ്ടെന്ന് വെച്ചിട്ടാണ് കമ്പനി ഇപ്പൊ ഇറക്കാത്തത്. നമ്മളെ കൗണ്ടർ എണ്ണം വർദ്ധിക്കട്ടെ. ഞാൻ വരുന്ന സമയത്ത് കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല. പിന്നെ 1 തുടങ്ങി എറണാകുളത്ത്, 2, 3 തുടങ്ങി അങ്ങ് തിരുവനന്തപുരത്തും കോഴിക്കോടും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇന്ന് നമ്മുടെ ജില്ലയിൽ 3 ഇപ്പൊ 25 കിലോമീറ്റർ ചുറ്റളവിൽ കൊടുക്കുള്ളൂ. നിലവിലുള്ള കൗണ്ടറുകൾ മുഴുവൻ ലാഭത്തിലായതിനു ശേഷം അടുത്ത 10 കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാറ്റും. അപ്പൊ പിന്നെ അടിവാരത്തുണ്ടാവും, താമരശ്ശേരി ഉണ്ടാവും, കുന്നമംഗലം ഉണ്ടാവും, നമ്മുടെ പ്രധാന ടൗണിലൊക്കെ ആവും. അത് കഴിഞ്ഞ് 5 കിലോമീറ്റർ ചുറ്റളവിലാവും. അത് കഴിഞ്ഞ എല്ലാ പ്രദേശത്തും. ആ സമയത്ത് എല്ലായിടത്തും റീച്ചബിലിറ്റി എത്തിയതിനു ശേഷം വേണ്ട ഒരു ആടത്തുനിന്ന് ആട്ട വാങ്ങിക്കൊണ്ടുവന്ന അവസ്ഥയിലെ നമ്മൾ ആട്ട ഇറക്കും. ഇല്ലെങ്കിൽ ആട്ട തല്ലച്ച് നിങ്ങൾ മരിച്ചു. അതുകൊണ്ട് ഇറക്കാത്തത്. ആട്ട ഉണ്ടാക്കാനായിട്ടല്ല, സത്യം മനസ്സിലാക്കണം. പിന്നെ തവിടെണ്ണ ഞാൻ പറയില്ല. വെരിക്കോസ് വെയിന്റെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് അതപ്പോ നമ്മൾ ചിന്തയിലുള്ളത്, അതപ്പോ വരാൻ പോകുന്നത്. ചെറിയ കുട്ടിക്ക് കൊടുക്കാവുന്ന വൈറ്റമിൻസ് ആരിവിടെ ഇറക്കുന്നുണ്ട്? ആർക്കും ധൈര്യമുള്ള കുട്ടികൾക്ക് അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ, അസുഖങ്ങൾ വരാതിരിക്കാൻ കുട്ടിക്കൊരു പ്രൊഡക്റ്റ് ഇറക്കുന്ന ധൈര്യം ആരുണ്ട് ഇവിടെ? നമ്മളല്ലാണ്ട്. അത് നമ്മളെ മാനേജ്മെന്റ് ധൈര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മളെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങുന്നത് വീണ്ടും വീണ്ടും വാങ്ങുന്ന ഉൽപ്പന്നം ഇഷ്ടം പോലെ വരികയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ മത്സരം കടുത്താലും ഈ നിയമനിർമ്മാണമൊക്കെ വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിദേശ കമ്പനികൾ ഇഷ്ടംപോലെ ഓപ്പറേഷൻ ഉണ്ട്. അപ്പാണ് മത്സരം വരിക. ആര് വന്നാലും ഇങ്ങനെ പേടിക്കണ്ട. ഓൻ ചെയ്യുന്നതിന്റെ മേലെ അടുത്ത ഒരു ചീട്ടിടാൻ ഒറ്റ രാത്രി മതി നോക്കും. അത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ട് ഓൾറെഡി ഇന്ത്യയിൽ. അത്രയ്ക്ക് ഫണ്ടും ഉണ്ട്. അതുകൊണ്ട് മത്സരിച്ച് തോൽപ്പിക്കാനാണ് വിചാരിക്കണ്ട. പിന്നെ മത്സരിച്ച് തോൽക്കുക എങ്ങനെയാണെന്നറിയോ? ഞാൻ ജയിച്ചിന്റെ ലീഡർ അങ്ങനെ ഉണ്ടാക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു ചിന്ത. അങ്ങനെ സ്വയം കുത്തിച്ചാവുമല്ലാണ്ട് പുറത്തുനിന്ന് കുത്തി നിങ്ങൾ കൊടുത്തും ചാവില്ല. നമ്മൾ തീരുമാനിക്കൂ, ഞാൻ ജയിച്ചോളൂ അങ്ങനെ ഉണ്ടാക്കണ്ട. എന്നിട്ട് ഞാൻ നശിക്കുക, ഓള് നശിക്കുക. അങ്ങനെ ചിലർക്ക് വാശിയുണ്ട്. ഞാൻ ജയിച്ചുണ്ടാക്കണ്ട. ആ മനസ്സ് മാറാണ്ട് ഒരുത്തോട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മളവിടെ ഒരു സംസാരം ഉണ്ടായിന്, മോൻ മരിച്ചില്ലെങ്കിൽ മരോള് വരട്ടെ. അത് ഒരു പടച്ചോട് പ്രാർത്ഥിക്കാണ് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അപ്പൊ അടുത്തുള്ള ഐസൂയുണ്ട് ചെയ്യുന്നത് പടച്ചോൻ മനസ്സിലാക്കുന്നത്. പടച്ചോൻ പറഞ്ഞ് എനിക്ക് എന്ത് തരികയാണെങ്കിൽ അതിന്റെ ഇരട്ടി അടുത്ത ബഷീറിനെ കൊടുക്കും. എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോ. വീട് പറഞ്ഞ ഒരു 2 വീട്, കാറ് പറഞ്ഞ 2 കാറ്. ഓൻ പറഞ്ഞു 2 കണ്ടുമുട്ടട്ടെ. മറ്റേ കടന പൊട്ടില്ലോ അയച്ചാലല്ല, അയച്ചാൽ നമ്മൾ ആൾക്കാരില്ല. മറ്റൊരു നശിപ്പിക്കാനല്ല, മറ്റൊരു ചേർത്ത് പിടിക്കാൻ, പരസ്പരം ഒരുമിച്ച് രക്ഷപ്പെടാൻ. അതിന് മനസ്സിനുള്ളിൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അതിനിടയിൽ ആരെങ്കിലും വീണാൽ ഈ പുഴുക്കുത്തി കയറി മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഞാൻ മാത്രം രക്ഷപ്പെടണോ, ഞാൻ വഴി വേറൊരുത്തരും കിട്ടാൻ പാടില്ല. അച്ഛനാണ് ഞാൻ ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ കിട്ടുന്നത്. അപ്പൊ താൻ ഉണ്ടാക്കിയല്ലേ ഞാൻ കിട്ടിയത്. പിന്നെ ഇത്രയും കാലം മോള് കഷ്ടപ്പെട്ടതൊന്നുമില്ലേ? അല്ല, ഇന്ന് നാട്ടിൽ ആരോട് പറഞ്ഞാലും എലമെന്റ്സ് ആളുകൾക്ക് അറിയാം. ഇതെങ്ങനെ ഉണ്ടായതാ? ഈ എലമെന്റ്സിന്റെ പേരേ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാം. ഇതെങ്ങനെ ഉണ്ടായതാ? പത്രത്തിൽ പരസ്യം കൊടുത്തുണ്ടാക്കിയ, TV ചാനൽ പരസ്യം കൊടുത്തുണ്ടാക്കിയ, നിങ്ങൾക്ക് മുമ്പേ നടന്നു പോയ ആളുകൾ നടന്നു പറഞ്ഞുണ്ടാക്കിയ പേരാത്. നിങ്ങൾക്ക് ആ പേര് മാത്രം പറഞ്ഞാൽ മതി. അത് ജനങ്ങളെ പഠിപ്പിച്ചതേ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ. ഈവൻ ബെല്ലിനെ കുറിച്ചല്ല പറയുന്നത്.
നിങ്ങളെ മേള ലീഡേഴ്സിന്റെ എഫർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ബ്രാൻഡ് നാട്ടിൽ അറിയുന്നത്. ആ നാട്ടിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകൾ ഉണ്ടല്ലോ, ആളുകൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലോ, അതൊക്കെ ഒരു കാലത്ത് ഉൽപ്പന്നം ഇല്ലാത്ത കാലത്ത് ഈ നാട്ടിൽ നമ്മൾ ലീഡേഴ്സ് നടന്നു പറഞ്ഞതാ. ഇത് നാട്ടിൽ കിട്ടുന്ന സമയത്ത് അവര് ചെയ്തു വെച്ച പാതകൾ നമ്മൾ എളുപ്പത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ ലീഡർ കിട്ടണമെന്ന് പറയണ്ട, ആ ലീഡർ ചെയ്ത് വെച്ചതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മള്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാവണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനിടയിൽ ഉണ്ടാകുന്ന ചില ഗെയിമുകളാണ് നമ്മൾ സ്വയം പരാജയപ്പെടുത്തുക. വേറൊരു കമ്പനിക്ക് തോൽപ്പിക്കാനാവില്ല, നമുക്ക് സ്വയം തോൽക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് നിങ്ങള് ബോട്ട് വെള്ളത്തിൽ പോണ സമയത്ത് ആ കടലിലുള്ള മുഴുവൻ വെള്ളം വിചാരിച്ചാലും ഒരു ബോട്ടിന് ഒരു കപ്പലിനെ മുക്കാനാവില്ല. പക്ഷേ ബോട്ടിനോ കപ്പലിനോ ചെറിയ ഓട്ട കയറി കഴിഞ്ഞാലുണ്ടല്ല, അതിനകത്ത് കയറുന്ന വെള്ളം ആ ബോട്ടിനെ മുക്കും. നിങ്ങളെ കപ്പലിന് ഓട്ട വരാണ്ട് നോക്കിയോ, നിങ്ങൾ കപ്പൽ പൊങ്ങും. പുറത്തുള്ള ഒരുത്തൊരു ശക്തി ഒന്നും ചെയ്യാനാവില്ല. അപ്പോ ഗവൺമെന്റ് എല്ലാം ചെയ്തു തരുന്നുണ്ട്. അടുത്തത് ഇതിനകത്തൊരു 65 വയസ്സാകുമ്പോ ഈ മേഖലയിൽ നിന്ന് ഇനി ആരോഗ്യം കൊണ്ടൊന്നും പണ്ടത്തെ ഓടാനാവില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാലും സർക്കാരിൽ നിന്നൊരു പെൻഷൻ, വീട്ടിലൊരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ, വീട്ടിൽ വിവാഹം ഉണ്ടാകുന്ന സമയത്ത്, അധിക ചെലവുണ്ടാകുന്ന സമയത്ത്, ജോലിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഒരു ക്ഷേമനിധി ആനുകൂല്യം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉറപ്പിച്ചോ, ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തുടർ ഭരണം ഉണ്ടായാലും, അത് പറയാൻ ഞാനാണല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട. അതുണ്ടായാലും ഇല്ലെങ്കിലും അയാൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ ക്ഷേമനിധിയും പെൻഷനും ഉറപ്പിച്ചിട്ട് പറയുന്നത് വെള്ളിയാണെങ്കിൽ ഉറപ്പിച്ചോ. ചാത്തത് കീചകനെങ്കിൽ പോകുന്നത് ഭീമൻ തന്നെ പറഞ്ഞത്. ഞാനാണ് പറഞ്ഞെങ്കിൽ ഉറപ്പിച്ചോ, അയാൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ പെൻഷനും ക്ഷേമനിധി കൂടി ആക്കാണ്ട് ഇറങ്ങിപ്പോവാൻ സംഭവിക്കൂല, അല്ലെ ഉറങ്ങാൻ സംഭവിക്കൂല. ഇതിനേക്കാൾ മികച്ചത് എന്ത് കിട്ടണം നമുക്ക്? നിങ്ങൾ ഉറപ്പിച്ചോ, ഇന്നില്ലെങ്കിൽ അടുത്ത ഒരു 10 കൊല്ലം, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ ആര് ജയിക്കണം തീരുമാനിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖല തൊഴിൽ. ഉറപ്പിച്ചോ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടൊരു മന്ത്രി കേരളത്തിൽ പ്രതീക്ഷിച്ചോ. അടുത്ത രണ്ടാമത്തെ മന്ത്രിസഭയിൽ 10 കൊല്ലം ആകുമ്പോഴേക്കും ഇല്ല, ഒന്നും ഞാൻ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു അവഗണിക്കുകയാണെങ്കിൽ ഒന്ന് മത്സരിക്കേണ്ടി വന്നാൽ അതിന് നമുക്കൊരു മടിയില്ല. അത്രമാത്രം നമ്മൾ വളർന്ന് ഇനി സമയം കിടക്കുന്ന ഇഷ്ടം പോലെ. ഇവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് ട്രേഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ട്രേഡുകളും പ്രവർത്തിക്കാൻ വേണം. നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം. ഏതൊക്കെ ട്രേഡും ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പോയി എടുക്കുന്നത് യൂണിയൻ മെമ്പർഷിപ്പാ. സിവിൽ സ്റ്റേഷനിൽ ജോലി കയറിയാൽ ആദ്യം എടുക്കുന്ന മെമ്പർഷിപ്പാ. ഒരു ജോലി കയറുന്ന പ്രയാസം, പിരിച്ചുവിടാൻ വലിയ പ്രയാസ. എന്നിട്ട് പോലും ഒരൊക്കെ ട്രേഡ് യൂണിയൻ ഭാഗം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായി മാറേണ്ടത് മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മളാണ്. കാരണം നാട്ടിൽ ഏറ്റവും വലിയ സമ്പന്ന നമ്മളാണ്. നമുക്കാണ് സംരക്ഷണം വേണ്ടത്. അപ്പൊ ഏതൊക്കെ ഒരു ട്രേഡ് യൂണിയന്റെ ഭാഗമായി എല്ലാവരും നിൽക്കണം. ഇന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞത് ഞാൻ പറയുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ടാ ഏതൊക്കെ ഒരു ട്രേഡ് യൂണിയന്റെ ഭാഗമായി നമുക്ക് ഉണ്ടാവണം. അതിനൊരു കണക്ക് സർക്കാർ എത്തണം. ഇന്നില്ലെങ്കിൽ നാളെ കേരളത്തിനകത്ത് ഡയറക്ട് സെല്ലിംഗിന് മാത്രമായ ഒരു മിനിസ്റ്ററും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി കൃത്യമായ ആനുകൂല്യവും സർക്കാർ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യവസ്ഥകൾ വരാറുണ്ട്. അത് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാഗ്യം. അത്രേ ഞാൻ പറയുള്ളൂ.